KG സൈമൺ, മുൻ പോലീസ് സൂപ്രണ്ട്, ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സൈമൺ, പോലീസിനെ സംബന്ധിച്ച് ഈ കേസ് എത്രമാത്രം ദുഷ്കരമാണ്? പോലീസ് ദുഷ്കരം പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു വിവരം അറിയാം. കൃത്യമായിട്ടൊന്നും അറിയാമെന്ന് അറിയത്തില്ല, എങ്കിൽ പോലും അതറിയാം. പിന്നീട് ബാക്കിയുള്ള അന്വേഷണം മുഴുവൻ വീണ്ടും നടത്താനായിട്ടുണ്ട്. അതായത് ചുറ്റുപാടുള്ള ആൾക്കാരെ മൊഴിയെടുക്കാം, ഇവരുടെ തന്നെ മൊഴിയെടുക്കണം, അതൊക്കെ ലിങ്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. പിന്നെ ധാരാളം കാര്യം നോക്കേണ്ടതായിട്ടുണ്ട്. പോലീസ് നല്ലൊരു കേസാണിത്, പോലീസ് നല്ല രീതിയിൽ അന്വേഷിക്കേണ്ട കേസാണ്. ശ്രീ സൈമൺ, ഒരു കാര്യം കൂടി, ഈ കേസിൽ ഒരു പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ സമാധി എന്ന ഈ കുടുംബത്തിൻ്റെ അവകാശവാദമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ പറയുന്ന പോലെ മരിച്ച ശേഷം കൊണ്ടുപോയി സമാധി ഇരുത്തിയതാണ് എങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും കേസ് ഉണ്ടാവുമോ? അല്ലാതെ ഇൻഫർമേഷൻ പാസ് ചെയ്യാതിരുന്നതിന്റെ ബാക്കിയുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത് മരണം നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതുപോലെ മറ്റ് സംശയങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്. പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വലിയ ബന്ധങ്ങളൊന്നുമില്ല. അത് പേടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കല്ലേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ അറിയിക്കില്ല, അല്ലെങ്കിൽ മരണം നടക്കാതിരുന്നോ, മരണം നടക്കുന്ന അറിഞ്ഞിട്ടും എന്തുകൊണ്ട് കൂടുതൽ കുട്ടികളൊക്കെ പുറത്ത് ജോലിക്ക് പോകുന്നതാണ് എന്റെ അറിവ്. അങ്ങനെ സമാധി ഇരിക്കുന്ന ദിവസവും സമാധിക്കുന്നുണ്ടാവണം എന്ന് പറയുന്ന ആ ദിവസം തോന്നില്ല. അപ്പം എന്തോ ഒരു സംശയം എടുത്ത് വരുന്നത് ഉണ്ട്. പക്ഷെ സംശയം കൊലപാതക സംബന്ധമൊന്നുമില്ല, അത് പറയാനില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ പറയാൻ പറ്റുമല്ലോ. പോസ്റ്റ്മോർട്ടം മാത്രമല്ല ഇവിടുത്തെ കാര്യമായിട്ടുള്ള അന്വേഷണം പറയുന്നത്. ഇത് സൈമൺ, ഒരു കാര്യം കൂടി, ഈ ജീവനുള്ള ഒരു മനുഷ്യനെ കൊണ്ടുപോയി സമാധി ഇരുത്തുകയായിരുന്നു, അദ്ദേഹം മരിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഹോമിസൈഡിന്റെ വകുപ്പിൽ വരുമോ? അതല്ല ഈ സമാധി പോലുള്ള വാദങ്ങൾക്ക് എത്രമാത്രം നിയമപരമായി പ്രാബല്യമുണ്ട്? ഒരു പ്രാബല്യവും ഇല്ല. ഈ ജീവനുള്ള മനുഷ്യനെ കുഴിക്കത്താക്കിയിട്ട് മൂടി വെക്കുകയാണെങ്കിൽ അതൊക്കെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. സ്ലാബൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നിയമത്തിന്റെ മുന്നിൽ അത് വളരെ 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 സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ്. അത് സമാധി എന്ന് പറയുന്നത് അങ്ങനെയല്ലോ.